ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഈ പുഴയും കടന്നിട്ട് ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നെവിനും കാവേരിയും ഇങ്ങനെ ഇരിക്കുന്നത് രാഗിണി കാണുകയാണ്. പക്ഷേ കാവേരിയോട്ട് കാണുന്നുമില്ല. കാവേരി പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. കാവേരി എഴുന്നേറ്റ് നെവിൻ്റെ സൈഡിൽ വരുന്ന സമയത്ത് നെവിൻ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം അവർ കാണുന്നില്ല. എന്തായാലും കാവേരി പോയതിൻ്റെ പുറകെ നമ്മുടെ രാഗിണി ചെന്നു. ഹലോ കാവേരി മാഡം എന്ന് വിളിച്ചു. രാഗിണിയെ കണ്ട് കാവേരി ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇവിടെ ഈ രാഗിണി വരാനായിട്ട് യാതൊരുവിധ കാര്യമില്ലല്ലോ എന്നോർത്തുകൊണ്ട് കാവേരി ഇങ്ങനെ നിൽക്കുക. പിന്നെ കാവേരിക്ക് ദേഷ്യം വന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ, പ്രത്യേകിച്ച് ജയബാലൻ്റെ മകളല്ലേ, എന്ത് പറ്റി അമ്പലത്തിൽ? അല്ല മേഡം എന്തിനാ ഈ വഴി വന്നത്? എന്തെങ്കിലും കാര്യസാധ്യതയല്ലേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അല്ല മേഡത്തിന് എന്താ കാര്യം സാധിക്കാനുള്ളത്? മേഡത്തിൻ്റെ കാര്യമൊക്കെ സാധിച്ചു നിൽക്കുമല്ലേ. പറയടി നീ എന്താ ഇവിടെ എന്നൊക്കെ രാഗിണി ചോദിച്ചപ്പോഴേക്കും, അതെ നിൻ്റെ കാര്യം നോക്കുക, ഞാൻ എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു എന്നും ചോദിച്ച് എൻ്റെ പിന്നാലെ നടന്നേക്കരുത്. അല്ല നീ മാത്രമേ ഉള്ളോ, അയാൾ എവിടെ എന്ന് കാവേരി ചോദിച്ചു. രാഗിണിക്ക് എന്തോ പന്തികേട് പോലെ തോന്നി. ആഗ്രഹിച്ചതുപോലെ തന്നെ നിൻ്റെ കല്യാണം നടന്നില്ലേ? ജയത്തിൻ്റെയും തോൽവിയുടെയും കള്ളിയൊന്നും ഞാൻ പൂരിപ്പിച്ചിട്ടില്ല രാഗിണി. പക്ഷേ ഒന്നോർത്തോ, മത്സരിക്കാൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ജയിക്കില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. എതിരാളിയായിട്ട് ഞാനുണ്ട് എന്ന് സങ്കല്പിച്ച് യുദ്ധം ചെയ്തു. എന്നിട്ടേ എതിരാളി ഇല്ലാതെ ജയിച്ചിട്ട് നീ വെറുതെ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ കാവേരി. നമ്മുടെ രാഗിണി ഓർത്ത് കല്യാണം നടന്നോ, ഇവിടെ എന്തൊക്കെയാണ് പറയണേ? ദേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ നിന്നെയും നിൻ്റെ അച്ഛനെയും കൂടെ അരച്ച് കലക്കി ഞാൻ കുടിക്കും കേട്ടോടി എന്ന് രാഗിണിയോട് കാവേരി ചോദിച്ചു. നീ നിൻ്റെ പാട് നോക്കി പോടി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് നടന്നു പോവുക. ഹാ അപ്പം കല്യാണം നടന്നെന്നാണ് ഇവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നെവിനെ ഇവൾ കണ്ടിട്ടുമില്ല. യെസ് എന്ന് രാഗിണി. അതിനുശേഷം നെവിൻ്റെ അരികിലേക്ക് ചെന്നു. നെവിൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ രാഗിണിക്ക് കൂടുതൽ ദേഷ്യമാണ് വന്നത്. കാരണം നെവിൻ്റെ ഫോണിനകത്ത് നെവിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാവേരിയുടെ ഫോട്ടോയാണ്. ദേഷ്യത്തോടു കൂടിയാണ് നെവിൻ്റെ അരികിലേക്ക് രാഗിണി ചെല്ലുന്നത്. പതുക്കെ അടുത്ത് ചെന്ന് നെവിൻ എന്ന് വിളിച്ചു. നെവിൻ ഞെട്ടിപ്പോയിട്ടോ. നീ എന്താ ഇവിടെ? ഈ ജന്മം നീ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കണ്ട, ഞാൻ ഇനിയും വരും. നീ പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ വരും. ഈ ശല്യം എന്ന് പറഞ്ഞ് നെവിൻ പോകാൻ തുടങ്ങുകയാണ്. നിക്ക് നിൻ്റെ മൊബൈൽ എന്താ വാൾപേപ്പറായിട്ട് കാവേരിയുടെ ഫോട്ടോ, പിന്നെ നിൻ്റെ ഫോട്ടോ ഞാൻ വെക്കണോ എന്ന് നെവിൻ ചോദിച്ചപ്പം അതൊക്കെ ഞാൻ വെപ്പിച്ചോളാം എന്ന് രാഗിണി. അല്ല എന്നെ കാണുമ്പോൾ നിൻ്റെ മുഖം എന്താടാ ചാണകത്തിൽ ചവിട്ടിയതുപോലെ ഇരിക്കുന്നത്? നിൻ്റെ അച്ഛനെയും കാണുമ്പോൾ എനിക്ക് ആ ഫീലിംഗ് തന്നെയാണ് ഉള്ളത്, ഒരേ ഫീലിംഗ്. ഇതൊക്കെ കേട്ടിട്ടേ മനസ്സും അടുത്ത് ഞാനങ്ങ് പോകുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് നീ എന്തുമാത്രം എന്നെ അപമാനിച്ചു, എന്നിട്ട് ഞാൻ പോയില്ല. അല്ല എന്തായി നിൻ്റെ ട്രിവാൻഡ്രം എപ്പിസോഡ്? കാവേരിയെ കിട്ടുന്നു മാത്രമല്ല ഞങ്ങളുടെ കല്യാണം നടക്കും. കല്യാണം കഴിഞ്ഞേ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണിച്ചു തരും, നിനക്കും നിൻ്റെ അച്ഛനും. പിന്നെ എന്താടി ഒരു പരിഹാസം? നീ പറ. ഒരിക്കലും നടക്കാത്ത സ്വപ്നം പറയുന്നത് കേൾക്കാനേ നല്ല രസമുണ്ട്. എന്താടി ഈ ക്ഷേത്രത്തിലെ ഭഗവാന് സാക്ഷി നിർത്തി പറയാണ്, ഞാനും കാവേരിയും ഒന്നിച്ച് ജീവിക്കും, ഇതേ അമ്പലത്തിൽ വെച്ച് ഞാൻ കാവേരിയുടെ കഴുത്തിൽ താലി കെട്ടും. പിന്നെ ഈ അമ്പലത്തിലെ ഭഗവാനാണോ സാക്ഷി എന്ന് ചോദിച്ച് പുച്ഛിച്ച് ചിരിക്കുകയാണ് രാഗിണി. എൻ്റെ ഭഗവാനെ, ഈ അറിവില്ല ആ പൈതങ്ങളെ കാത്തോണേ. എന്താടി നീ പരിഹസിക്കുകയാണോടി എന്ന് ചോദിച്ചപ്പോഴും നീയൊരു മരമണ്ടലാണല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാ. എടാ നിനക്കൊരു രഹസ്യം അറിയോ? ഈ ഭഗവാനെ നീയും കാവേരി ഒന്നിക്കുന്നത് ഇഷ്ടമല്ല. എന്ത്? ഈ ഭഗവാനെ കക്ഷിക്ക് നീയും ഭഗവാനും ഒന്നിക്കുന്നത് ഇഷ്ടമല്ല. എടീ നീ ദേഷ്യപ്പെടലേടാ, നിനക്ക് ഞാനൊരു സംഗതി കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് മുന്നേ രാഗിണി എടുത്ത ഫോട്ടോ, ഒരു തൂണിൻ്റെ അപ്പറയും കാവേരിയും നെവിനും ഇരിക്കുന്ന ഫോട്ടോ. നെവിൻ ഇത് കൊണ്ട് അന്തം വിട്ടുപോയിട്ട് പേടിച്ചു പോയി. നെവിൻ നിരാശയും സങ്കടവും ദേഷ്യവും ഒക്കെ. എടാ ഇവിടെ ഇതേ അമ്പലത്തിൽ നീ ഒന്ന് കൈ നീട്ടിയാൽ തൊടാവുന്ന ദൂരത്തിലായിരുന്നു കാവേരി ഇത്രയും നേരം. അവളൊന്നും മുരടനക്കിയിരുന്നെങ്കിൽ നീ കേട്ടേനെ. പക്ഷേ കണ്ടൂല കേട്ടൂല. അതായത് നീയും കാവേരി ഒന്നിക്കുന്നത് ഭഗവാന് പോലും ഇഷ്ടമല്ല. രാഗിണി പറയുന്നൊന്നും കേൾക്കാനായിട്ട് നിന്നില്ല. നെവിനാണെങ്കിൽ കാവേരി എന്ന് വിളിച്ച് ചുറ്റിനും നടക്കുകയാണ് കേട്ടോ. കാവേരി നിന്നെ കണ്ടാലും മൈൻഡ് ചെയ്യാൻ പോണില്ല, അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുമായിരുന്നല്ലോ. അപ്പോൾ കാവേരി എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയോ എന്ന് ചോദിച്ച് നെവിൻ വീണ്ടും കാവേരി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. രാഗിണിക്ക് വന്ന കലിക്ക് യാതൊരുവിധ
കുറവുമില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. കൊച്ചുമോളുടെ ഓപ്പറേഷൻ അല്ലേ. യമുനയാണെ വന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാലോ, നീള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ഛമ്മയെ ഹോസ്പിറ്റലിൽ കയറ്റേണ്ട അവസ്ഥയാകുമോ? കഴിച്ചാൽ തൊണ്ടേന്ന് ഇറങ്ങത്തില്ലടി. എൻ്റെ പൊന്നച്ഛമ്മയെ, അച്ഛമ്മയെ നല്ലതുപോലെ നോക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് നിള പോയത്. എടി, എപ്പോഴും ഞാൻ അവളെ വഴക്ക് പറയായിരുന്നടി. കൊട്ടൻ ചുക്കാതി തപ്പിയെടുത്ത് തരാത്തതിനും മൊബൈൽ നോക്കുന്നതിനും ഒക്കെ. പാവം എൻ്റെ കുഞ്ഞിപ്പോൾ ഹോസ്പിറ്റലിലാണ്. വേദനയൊക്കെ താങ്ങാനുള്ള കരുത്തുണ്ടാവും അതിന്. കുഞ്ഞു ജീവനല്ലേ അത്. ആകപ്പാടെ എള്ളും തോലും മാത്രമല്ലേ ഉള്ളൂ. അച്ഛമ്മ എന്നെ കൂടെ കരയിപ്പിക്കല്ലേ അച്ഛമ്മ. എന്ത് വന്നാലും നേരിടാനുള്ള കരുത്തുണ്ടാവണമെന്ന് അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. സങ്കടപ്പെടല്ലേ അച്ഛമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് യമുന ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. ആ സമയം നമ്മുടെ വിനീത് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വിനീതിനെ കണ്ട് യമുന, ദേ വിനീതേട്ടൻ. വിനീതാണെങ്കിൽ ആകെ വട്ടുപിടിച്ച അവസ്ഥയിലാട്ടോ കയറി വരുന്നത്. വിനീതേട്ടാ, പണം കിട്ടിയോ വിനീതേട്ടാ? പണമോ? ഏത് പണം? കൊള്ളാം, ഏത് പണമെന്നോ? ജയ്പാലൻ തന്നെ ചെക്കിലെ പണം കിട്ടിയോ? കിട്ടിയില്ല. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം എന്ന് യമുന പറഞ്ഞു. ഗംഗേച്ചി പറഞ്ഞു നാളെ പണം കിട്ടുള്ളെന്ന്. നാളെയോ? നാളെ പണം കിട്ടുന്ന കാവേരി ചേച്ചി ഗംഗ ചേച്ചിയോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഗംഗ ഇവിടെ ഉണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ. എവിടെ? ദേ അവിടെ തുണി അലക്കുന്നുണ്ട്. ഈ വിനീത് അങ്ങോട്ടേക്ക് പോവാണ്. വിനീതേട്ട, എന്താ വിനീതേട്ട ഇത്? ഗംഗേച്ചി ദേ അവിടെയല്ല, ദേ അവിടെയാ എന്നും പറഞ്ഞുകൊണ്ട് വിനീതിൻ്റെ റൂട്ട് മാറ്റി വിടുകയാണ് കേട്ടോ. വിനീതാണെങ്കിൽ ഗംഗ എന്ന രീതിയിൽ ഏതോ ലോകത്ത് പറന്ന് നടക്കുന്ന അവസ്ഥ. ഈ വിനീതേട്ടന് ഇതെന്താ പറ്റിയേ എന്ന് യമുന ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. നിളയെ അവൻ അനിയത്തിയല്ലല്ലോ, സ്വന്തം മോള് തന്നെയല്ലേ, അവൻ എങ്ങനെ സഹിക്കാൻ പറ്റും? അതുകൊണ്ടായിരിക്കും എന്ന് മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്തായാലും ഗംഗയ്ക്കരികിലെത്തി നമ്മുടെ വിനീത്. ഗംഗ തുണി അലക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഗംഗേ എന്ന് വിളിച്ചു. എന്തു പറ്റി വിനീതേട്ടാ? വല്ലാതിരിക്കുന്നല്ലോ. എനിക്കൊരു തെറ്റ് പറ്റി ഗംഗേ. തെറ്റോ? എന്ത് തെറ്റ് എന്ന് ചോദിച്ചു ഗംഗ. അത് ഞാൻ പണം അക്കൗണ്ടിൽ വന്നതായിരുന്നു. ചെക്ക് മാറി പണം വന്നോ? വന്നു. ഇവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ ഗംഗയ്ക്ക് എന്തോ പന്തികേട് തോന്നി. ആ പണം എൻ്റെ നിന്ന് പോയി ഗംഗേ. ഗംഗയുടെ കയ്യിലിരുന്ന് തുണിയൊക്കെ താഴേക്ക് പോയിട്ടോ. എന്തൊക്കെയാണ് വിനീതേട്ടാ പറയുന്നേ? അക്കൗണ്ടിൽ പണം വന്ന് കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു കോള് വന്നു. ബാങ്കിൽ നിന്നാ പറഞ്ഞ്. അവർ ചോദിച്ച നമ്പറൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. രാവിലെ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 50 ലക്ഷം പോയിന്ന്. ഗംഗയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. OTP നമ്പറാണോ പറഞ്ഞു കൊടുത്തേ? അതെ, പറഞ്ഞു കൊടുക്കരുതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഗംഗ അങ്ങ് കരയാൻ തുടങ്ങി കേട്ടോ. തലേ അടിച്ച് കരയാൻ തുടങ്ങി. കാരണം തൻ്റെ ഭർത്താവ് കാരണമാണല്ലോ കൊച്ചിൻ്റെ ഓപ്പറേഷൻ പോലും മുടങ്ങിയത്. മൊരക്കഴുത് ബുദ്ധി വിവരമുണ്ടോ? പൈസയ്ക്ക് വിവരമുണ്ടോ തനിക്ക്? ഗംഗ തന്നെയാണോ ഈ പറയുന്നത്? തന്നെപ്പോലൊരു കഴിവ് കേട്ടവനെ ഇതൊന്നും ഏൽപ്പിക്കരുതെന്ന് ഞാൻ പലവട്ടം കാവേരിയോട് പറഞ്ഞതാ. ഇനി എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും? എടോ, എങ്ങനെ നടത്തുന്നു പറ ഗംഗ. ആരെങ്കിലും കേൾക്കും ഗംഗ? കേൾക്കട്ടെടോ. 50 ലക്ഷത്തിൻ്റെ കണക്കൊക്കെ എല്ലാവരും കേൾക്കട്ടെ. എത്ര ഉളുപ്പില്ലാതെയാണോ ഈ പറയുന്നത്? 50 രൂപ പോക്കറ്റ് അടിച്ച് പോയി എന്ന് പറയുന്നത് പോലെ ലക്ഷത്തിൻ്റെ വില തനിക്ക് അറിയോളൂ. ലക്ഷം രൂപ കളഞ്ഞിട്ട് വന്ന് നിൽക്കുക. തൻ്റെ ജീവിതത്തിൽ ലക്ഷം കണ്ടിട്ടുണ്ടോ? തൻ്റെ തനിക്ക് തല കുനിച്ചാന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കാവേരി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജയപാലൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുത്തത്. എന്നിട്ട് അത് മുഴുവൻ കൊണ്ട് തൊലച്ച്. ഗംഗേ, സോറി ഗംഗേ, ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞ് കാവേരി ഗംഗ ഇവനെ പിടിച്ച് തള്ളി. ദേ, ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് തന്നെ പോലൊരു പട്ടിക്കെട്ടുകാരനെ കെട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത്. തൻ്റെ കണ്ണീരും സെൻറ്റിമെൻറ്റ്സും ഒക്കെ കണ്ട് സമ്മതിച്ചു. ഇപ്പോൾ എൻ്റെ ജീവിതം എന്തായി? ഞാൻ പെട്ടുപോയില്ലേ എന്ന് ചോദിച്ച് ഗംഗ കരച്ചില്ല. ഗംഗെ, പ്ലീസ് ഗംഗെ, തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങിപ്പോടോ, എവിടെയെങ്കിലും പോ ഗംഗെ, പ്ലീസ് ഗംഗെ. ഒരു വകയ്ക്കും കൊള്ളാത്ത തന്നെ ഇനി എനിക്ക് ആവശ്യമില്ല, പോടോ എന്നും പറഞ്ഞ് പിടിച്ച് തള്ളി ഗംഗ. വിനീത് എന്നിട്ട് വീഴുകയും ചെയ്തു കേട്ടോ. അപ്പോഴാണ് വിനീത് ഓർമ്മയിൽ നിന്ന് ഉണരുന്നത്. ഗംഗയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാവും സ്ഥിതിയെന്ന് നമ്മുടെ വിനീത് ഓർക്കുന്നതാണ്. വിനീത് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ഗംഗ ചോദിച്ചു, വിനീതേട്ട എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? എന്താ വിനീതേട്ട? തന്നോടത് പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് വിനീത് അവിടെ നിന്ന് പോവുകയാണ്. ഈ വിനീതേട്ടന് ഇതെന്താ പറ്റിയേ എന്ന് ഗംഗ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാഗിണി ഉണ്ടല്ലോ. രാഗിണി വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ മോളിവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് ജയപാലൻ വന്നു. നീ എന്താ ഒന്നും കഴിക്കാത്തത്? വിശക്കുന്നില്ല. എന്താ എൻ്റെ കുട്ടിക്ക് വിശപ്പ് പോകാനായിട്ട്? എന്താ പറ്റിയേ? എടി മോളെ, അച്ഛനോടൊന്നും ഒളിക്കണ്ട, പറ എന്താ പറ്റിയേ? അത് ഞാൻ നെവിനെ കണ്ടച്ചാ. എവിടെ വെച്ച്? നിങ്ങളെന്നിട്ട് സംസാരിച്ചോ? ജസ്റ്റ് മിസ് അച്ഛാ, ജസ്റ്റ് മിസ്. ഒരമ്പലത്തിൽ വെച്ചാൽ ഞാൻ അവനെ കണ്ടത്. അവനും കാവേരിയും ഒരേ അമ്പലത്തിൽ തലനാരിഴയ്ക്ക് അവർ കാണാതെ പോയത്. ജസ്റ്റ് മിസ് അച്ഛാ, ജസ്റ്റ് മിസ്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി അച്ഛാ. അതെ, എൻ്റെ നെവിൻ്റെ കല്യാണം കഴിഞ്ഞെന്നാണ് കാവേരി വിചാരിച്ചിരിക്കുന്നത്. കാവേരിക്ക് അറിയില്ല കല്യാണം മുടങ്ങിപ്പോയ കാര്യം. അവൾ അറിഞ്ഞിട്ടില്ല. നേരാണോ മോളെ? ഒരുപക്ഷെ അവൾ അഭിനയിക്കുന്നതാണെങ്കിലോ? അല്ലച്ചാ, അല്ല. അവൾക്ക് അത്ര ഒന്നും അഭിനയിക്കാൻ അറിയത്തില്ല. നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എൻ്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നതെന്നാണ് അവൾ ചോദിച്ചത്. അതിന് നീ അവളെ ശല്യപ്പെടുത്തിയോ? ഞാൻ അവനെ ഫോളോ ചെയ്ത് പോയത് നന്നായി അച്ഛാ. ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഒന്ന് ഉയർത്തി സംസാരിച്ചാൽ കേൾക്കാവുന്ന ഉയരത്തിലായിരുന്നു, അകലത്തിലായിരുന്നു രണ്ടുപേരും പരസ്പരം കണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അച്ഛാ? എന്താവുമായിരുന്നു? കാവേരിയോട് അവൻ പറയും കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. അവർ തമ്മിലുള്ള പ്രണയം വീണ്ടും മുട്ടിടും. ഒരുപക്ഷെ കല്യാണം പെട്ടെന്ന് തന്നെ കഴിയും. പുഷ്പപാടിയിലേക്ക് അവളെ അവൻ കൂട്ടിക്കൊണ്ടുവരും. അവളുടെയും കുടുംബത്തിൻ്റെയും പ്രശ്നം മുഴുവൻ നെവിൻ നികത്തി കൊടുക്കും. രാജാൻ്റിയുടെ പണം മുഴുവൻ നെവിനുള്ളതല്ലേ? രാജാൻ്റിക്ക് എന്നെയല്ലേ വേണ്ടാതേ ഉള്ളൂ. കാവേരിയെ സ്വീകരിക്കില്ലേ? പിന്നെ അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുക വെച്ചാ എന്നും പറഞ്ഞു ഭ്രാന്തിയെ പോലെ രാഗിണി പറയുക. അത് കണ്ട് നിൻ്റെ അച്ഛൻ ചുമ്മാതിരിക്കുമോ മോളെ എന്ന് ചോദിച്ചു ജയപാലൻ. എന്തായാലും നെവിനെ കൊല്ലാമെന്ന് തന്നെ രാഗിണിയോട് പറയുകയാണ് ഈ ജയപാലൻ. നെവിനെ കൊല്ലാം. അങ്ങനെ നെവിനെ കാണാനായിട്ട്, നെവിനെ കൊല്ലാനായിട്ട് നെവിൻ്റെ പുറകെ പോകുന്നുമുണ്ട് ജയപാലൻ. പിന്നെ കാശിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടമായിട്ട് ഓടുവാണ് കാവേരി. അവസാനം വിനീത് വന്ന് പറയുന്നുണ്ട്, എനിക്ക് വീർപ്പ് മുട്ടൽ സഹിക്കാൻ വയ്യാന്നും, ഞാൻ കാരണമല്ലേ ഓപ്പറേഷൻ വൈകിക്കുന്നത്, എനിക്ക് പറ്റില്ല, ഞാൻ വല്ല കിഡ്നിയും കൊടുത്താൽ കാശ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.